യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു നല്ലൊരു ദിവസം ദൈവം നമുക്ക് ഒരുക്കുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. വേൾഡ് ക്രിസ്ത്യൻ പ്രയർ ലൈനിലൂടെ ശ്രവിക്കുന്ന എല്ലാവർക്കും, സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുകയും ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ ജോൺ ഐസക്കിനും കുടുംബവും, അതുപോലെ തന്നെ രഞ്ജിത്ത ചാച്ചനും കുടുംബവുമായിട്ട് എനിക്കൊരു മീറ്റിംഗ് കൂടെ അറ്റൻഡ് ചെയ്യാൻ ദൈവം ജീവിതത്തിൽ ഭാഗ്യം നൽകുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമ്മൾ പല ടൈം സോണിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് വേണ്ടി സമയം മാറ്റി വെക്കുന്നവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരുവാനിടയായി തീരും. നമ്മൾ ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെച്ചാൽ നമ്മളുടെ ഒരു പ്രതികൂല സമയത്ത് ദൈവം നമുക്ക് വേണ്ടി ടൈം മാറ്റി വെക്കുവാനിടയായി തീരും. ഇന്ന് പകലിൽ, ഇവിടെ പകലാണ്, എനിക്കറിയാം കേരളത്തിൽ അവിടെ സന്ധ്യയായ സമയമാണ്. പല രാജ്യത്തു നിന്നും അനേകർ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇന്ന് എത്ര പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണം, എന്നോടൊന്ന് ഇടപെടണം, ദൈവമേ എന്നോട് വചനത്തിലൂടെ സംസാരിക്കണം. ദൈവത്തിന് ഏത് വിധത്തിലും നമ്മളോട് സംസാരിക്കാൻ പറ്റും. ഇന്നൊരു മീഡിയ എന്നില്ല. കർത്താവിന് ഏത് സിറ്റുവേഷനിലൂടെ കൂടെ നമ്മളോട് സംസാരിക്കാൻ പറ്റും. ഒരുപക്ഷെ പാട്ടിലൂടെ സംസാരിക്കാൻ പറ്റും, ഒരുപക്ഷെ പ്രസംഗത്തിലൂടെ സംസാരിക്കാൻ പറ്റും, ഒരുപക്ഷെ പ്രാർത്ഥനയിലൂടെ സംസാരിക്കാൻ പറ്റും. കർത്താവിന് സംസാരിക്കാൻ ഒരു മീഡിയയുടെ ആവശ്യമില്ല. പക്ഷെ ദൈവം നമ്മൾ ഏത് സമയത്തും എപ്പോഴും സംസാരിക്കാൻ തയ്യാറാണ്. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാമോ, കർത്താവ് എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടണം, ദൈവമേ എനിക്ക് ദൈവത്തിന്റെ വചനം കേൾക്കണം, എന്നോട് വചനത്തിലൂടെ സംസാരിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ടി ഇന്ന് കർത്താവ് സംസാരിക്കാൻ തയ്യാറാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വചനത്തിന് ആര് മുൻതൂക്കം കൊടുക്കുന്നോ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. ഈ വചനത്തെ ആര് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ, ഈ വചനത്തിന് വേണ്ടി ആര് വിശ്വസ്തയോടെ നിന്നിട്ടുണ്ടോ, അവരെ മാത്രമല്ല അവരുടെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ബൈബിളിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. പഴയ നിയമ പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. മോശ ജനത്തോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവി ഗോത്രം ഒന്നും നോക്കിയില്ല, തന്റെ ചാർച്ചക്കാരെ സുഹൃത്തുക്കളെ ഒന്നും നോക്കാതെ യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മോശയുടെ കൂടെ ചേർന്ന് നിന്നതുപോലെ, അങ്ങനെയെങ്കിൽ അവിടെ പിന്നീട് കാണുവാൻ കഴിയുന്നുണ്ട്. മോശ യഹോവയായ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കർത്താവെ ഞാൻ ആരെ പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിക്കണം? ഒരുപാട് ഗോത്രങ്ങളുണ്ട്, രൂബേനുണ്ട്, ഗാദുണ്ട്, ഷിമയുണ്ട്, നഫ്താലിയുണ്ട്, ഒരുപാട് ഗോത്രങ്ങളുണ്ട്. ഞാൻ ഏത് ഗോത്രത്തെ ഞാൻ തെരഞ്ഞെടുക്കണം? യഹോവയായ ദൈവം പറഞ്ഞു, മോശയെ നീ ലേവിയരെ തെരഞ്ഞെടുക്കണം, ലേവി ഗോത്രത്തെ തെരഞ്ഞെടുക്കണം. അത് എന്തുകൊണ്ടാ കാരണം എന്ന് പറഞ്ഞാൽ, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലേവി ഒന്നും നോക്കാതെ മാറി നിന്നപ്പോൾ ആ പൗരോഹിത്യ, ആ വിലപ്പെട്ട ശുശ്രൂഷ ദൈവം അവരെ ഏൽപ്പിച്ചെങ്കിൽ, ഈ വചനത്തിനു വേണ്ടി ആര് വിശ്വസ്തയോടെ നിൽക്കുന്നോ, ഈ വചനത്തിനു വേണ്ടി ആര് പത്യത്തോടെ നിൽക്കുന്നോ, ഈ വചനം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നോ, അവരെ മാനിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് പകലിൽ മുമ്പേ പറഞ്ഞതുപോലെ അനേക സ്ഥലങ്ങളിൽ വചനത്തിനു നേരെ പ്രതികൂലമാണ്. അനേക സ്ഥലങ്ങളിൽ വചനം, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എവിടൊക്കെ വചനം ശുശ്രൂഷിക്കപ്പെടുന്നുണ്ടോ അവിടെ വിടുതൽ സംഭവിക്കും. എവിടൊക്കെ വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെ രോഗികൾ സൗഖ്യമാകും. എവിടൊക്കെ വചനം ദൈവത്താൽ വെളിപ്പെടുന്നുണ്ടോ അവിടെ കെട്ടുകൾ അഴിയും, അവിടെ ബന്ധനങ്ങൾ മാറും, അവിടെ പിശാചിനൊരു സ്ഥാനമില്ല. അതുകൊണ്ടാണ് മുമ്പേ നമ്മൾ കേട്ടതുപോലെ കേരളം എന്ന് പറയുന്നത് മറ്റ് ആരാണ്ടില്ല, ഏതോ ഒരു ആന്റി പറയുന്ന ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, കേരളം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനം പോലല്ല, എല്ലാവരും ഒത്തൊരുമയായി കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അവിടെ ഒരു ഭിന്നതയോ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പ്രശ്നമില്ല. പക്ഷെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഇപ്പോൾ അവർ ആ ഒരു കൂട്ടായ്മ, ആ ഐക്യതയെ തകർക്കാൻ വേണ്ടി നോക്കുന്നു. പക്ഷേ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ദൈവത്തിന്റെ സഭയെ തകർക്കാൻ ഈ ലോകത്തിൽ ഒരു
ശക്തികൾക്കും കഴിയത്തില്ല. കാര്യം ഇതിന്റെ ഉടയോൻ യേശു ക്രിസ്തുവാണ്, ഇതിന്റെ നാഥൻ കർത്താവാണ്. മണവാട്ടിയെ തകർക്കാൻ മണവാളൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ദൈവം അതിന് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല. എപ്പോഴും സുവിശേഷത്തോട് എതിരാണ്. കാര്യം സുവിശേഷം എന്ന് പറയുന്നത്, വചനം എന്ന് പറയുന്ന ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. വചനത്തിന് ബന്ധനമില്ല, വചനം ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. വചനം കെട്ടുകളെ പൊട്ടിക്കുന്നതാണ്. ഇത് തന്നെയായിരുന്നു, ഞാൻ ബൈബിളിൽ നിന്നൊരു എക്സാമ്പിൾ കാണിക്കുക. ഇത് തന്നെയായിരുന്നു ഫറവോനും ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ പോയപ്പോൾ ഫറവോനും ആ ഒരു പ്രയാസം. കാര്യം ദൈവത്തെ ആരാധിക്കാൻ, അതായത് ഫ്രീഡം ഇൻ ദ സ്പിരിറ്റ്, ദൈവത്തെ ആരാധിക്കാൻ പോയപ്പോഴത്തേക്ക് ഫറവോൻ പറഞ്ഞു, ഇല്ല, ഞാൻ ദൈവമക്കളെ വിടത്തില്ല. കാര്യം ഒരു ജനം അല്ലെങ്കിൽ ഒരു വ്യക്തി ആരാധനയ്ക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടി, ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞാൽ, ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം മാത്രമല്ല വരുന്നത്, അദ്ദേഹത്തിൽ വരുന്ന എല്ലാ ജനറേഷനാണ് വിടുവിക്കപ്പെടുന്നത്. അത് പിശാചിന് നന്നായിട്ട് അറിയാം. ഒരു വ്യക്തിയെ അല്ല പിശാചി ടാർഗറ്റ് ചെയ്യുന്ന, ഒരു ജനറേഷനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഒരു വ്യക്തി പിശാചിന്റെ പൂണിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ മാത്രമല്ല, അവന് ജനിക്കാൻ പോകുന്ന തലമുറകൾ, അവരുടെ ജനറേഷൻ, അങ്ങനെ ഒരു ജനറേഷൻ മൊത്തം സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫറവോന് മാനസികമായി, ഈ ജനം രക്ഷപ്പെടുന്നുണ്ടല്ലോ, ഈ ജനം ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു, എന്തു ചെയ്യും, എങ്ങനെ ഈ ജനത്തെ തകർക്കാമെന്ന് ചിന്ത ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. എല്ലായ്പ്പോഴും സുവിശേഷത്തോട് എതിരുണ്ട്. ഒരു വ്യക്തി എത്ര നശിച്ചു പോയാലും ആർക്കും ഒരു പ്രയാസമില്ല. മറിച്ച് അവൻ ദൈവത്തെ അറിഞ്ഞാൽ, സത്യത്തെ അറിഞ്ഞാൽ, സുവിശേഷത്തെ ഗ്രഹിച്ചാൽ ആ വ്യക്തിയോട് എന്നും പോരാട്ടമാണ്, ആ വ്യക്തിയോട് എന്നും പ്രതികൂലമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവന് നിത്യതയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടി, അവന് ദൈവത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കിട്ടി. അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്നു, ഒരാത്മാവ് പോലും നശിക്കാൻ പാടില്ല. ഫറവോൻ പറഞ്ഞു, ഈ ജനത്തെ എങ്ങനെയെങ്കിലും തകർത്ത് കളയണം. ഫറവോൻ പറഞ്ഞു, ഈ ജനത്തെ ആരാധിക്കാൻ ഞാൻ വിടത്തില്ല, ഈ ജനത്തെ ആരാധിക്കാൻ സമ്മതിക്കത്തില്ല. ഫറവോൻ പറഞ്ഞു, ഈ ജനത്തെ എങ്ങനെയെങ്കിലും മുടിച്ചു കളയണം. ദൈവവാഗ്ദത്തം കേട്ട ജനം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെടുവാൻ ഇടയായി തീർന്നു. ജനം തങ്ങളുടെ വഴിയിലൂടെ നടക്കുന്ന ദൈവത്തിന്റെ ആലോചന കേട്ട് നടക്കുന്ന സമയത്ത് അവരുടെ യാത്രയിൽ മോശയോട് ദൈവം ഓരോന്ന് പറയുകയാണ്. അതാത് സമയത്ത് മോശയോട് സംസാരിക്കുകയാണ്, ഇന്നതുപോലെ ചെയ്യണം. അവർ അത് കേട്ട് മോശയെ ഫോളോ ചെയ്യുന്ന സമയം ഫറവോൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ ജനത്തെ മുടിച്ചു കളയണം, എങ്ങനെയെങ്കിലും ഈ ജനത്തെ നശിപ്പിച്ചു കളയണം. ജനം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അവർ പോകുന്ന വഴിയിൽ അവർക്ക് മുമ്പിൽ ഒരു തടസ്സം. അവിടെ മുമ്പിൽ ചെങ്കടൽ, പിൻപിൽ ഫറവോനും സൈന്യവും, ഇരുവശങ്ങളിൽ മലകൾ. ജനത്തിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ജനത്തിന് പുറകിലോട്ട് ഓടാൻ കഴിയത്തില്ല, മുമ്പിലോട്ടും പോകാൻ കഴിയത്തില്ല, എതിർവശത്തേക്കും പോകാൻ കഴിയത്തില്ല. കാര്യം അവിടെ മരണത്തിന്റെ ഭീതിയാണ്. അവിടെ പിശാച് വെല്ലുവിളിക്കാണ്, എങ്ങനെയെങ്കിലും തകർത്ത് കളയണം, ആരാധിക്കുന്നവനെ എങ്ങനെയെങ്കിലും മുടിച്ചു കളയണം, ആരാധിക്കുന്നവനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയണം. ഇന്ന് പകലിൽ പിശാചിന് നമ്മളോടുള്ള വാദം അതാണ്, എങ്ങനെയെങ്കിലും നിത്യത നഷ്ടപ്പെടുത്തണം. നമ്മളെ ഇവിടെ കുറെ നാൾ കഷ്ടപ്പെടുത്തണമെന്നല്ല പിശാചിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. പിശാചിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നിത്യത എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുത്തണം. ഇവിടെ ഒരിക്കലും പിശാച് കുറെ കഷ്ടം തന്ന് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ല, അല്ലെങ്കിൽ നമ്മളെ കഷ്ടത്തിലൂടെ നടത്താനല്ല. മറിച്ച് പിശാചിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ദൈവജനത്തെ നിത്യതയിൽ എത്തിക്കരുത്. അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ജനം സഞ്ചരിക്കുവാൻ ഇടയായി തീർന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫറവോൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ ജനത്തെ അനുവദിക്കത്തില്ല. പിശാച് വെല്ലുവിളിച്ചു, ഈ ജനത്തെ എങ്ങനെയെങ്കിലും തകർത്ത് കളയണം. വാഗ്ദത്തമുള്ളതിനെ നോക്കി പിശാച് പറഞ്ഞു, ഞാൻ ഇതിനെ തകർത്ത് കളയും. പക്ഷെ ദൈവം പറഞ്ഞു, ഇല്ല, ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ മയങ്ങത്തില്ല, അവൻ ഉറങ്ങത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അനേകരുടെ ജീവിതത്തിൽ പിശാച് നോക്കി വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇല്ല, ഞാൻ അതിന് അനുവദിക്കത്തില്ല.
വിടുവിക്കത്തില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, പക്ഷെ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യത്തിലൂടെ പോയാലും, ഏത് പ്രതികൂലത്തിലൂടെ പോയാലും ദൈവം തന്റെ ജനത്തെ വിടുവിക്കുവാനിടയായി തീരും. അവിടെ മുമ്പിൽ പ്രതികൂലം, പിശാച് പറഞ്ഞു ഇറ്റ്സ് യുവർ ഡെഡ് എൻഡ്, ഇറ്റ്സ് യുവർ ഡെഡ് പോയിന്റ്, ഇറ്റ്സ് യുവർ ഡെഡ് എൻഡ്. ഇനി മുമ്പോട്ടില്ല, മരണം 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 എന്ന് പറഞ്ഞു പിശാച് അവിടെ വാദിക്കുമ്പോ കർത്താവ് പറഞ്ഞു ഇല്ല, എവിടെ ഡെഡ് എന്ന് പറഞ്ഞോ അവിടെ നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. എവിടെ തീർന്നെന്ന് പറഞ്ഞോ കർത്താവ് പറഞ്ഞു അവിടെ നിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, അവിടെ നിന്റെ തുടക്കമാണ്. പലപ്പോഴും പിശാചിനെ ദൈവം തെറ്റിച്ചു കളയും. കാര്യം പിശാച് പറയും ഇപ്പോൾ ജനത്തെ മുടിച്ചു കളയാം, ഇപ്പോൾ ജനത്തെ തകർത്ത് കളയാം, ഈ നിമിഷം എനിക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. പിശാച് അങ്ങനെ ചിന്തിക്കുമ്പോൾ ദൈവം പറയും ഇല്ല, പിശാചെ ഒരിക്കലും നിന്നെ ഞാൻ ഏൽപ്പിച്ചു തരത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ പിശാച് പലരോടും വെല്ലുവിളിക്കുമ്പോൾ, സഭയെ നോക്കി, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ നോക്കി, ഒരു ദേശത്തെ നോക്കി, ഒരു കുടുംബത്തെ നോക്കി, ഒരു ജനറേഷനെ നോക്കി പിശാച് വെല്ലുവിളിക്കുമ്പോൾ എന്റെ ദൈവം അതിന് അനുവദിക്കത്തില്ല. അവിടെ പിശാച് നോക്കിയിട്ട് പറഞ്ഞു ഇല്ല, ഈ ജനത്തെ ഞാൻ ഇന്ന് തകർത്ത് കളയും. കാര്യം ക്രിസ്തുവിൽ യഹോവ അവരോട് പറഞ്ഞ ആ ഫ്രീഡം അവർക്ക് കിട്ടി. ഇന്ന് പലപ്പോഴും പലരും പിശാചിന്റെ അടിമത്തത്തിൽ ആ കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്നേഹം എന്താണെന്നോ, സുവിശേഷത്തിന്റെ മാധുര്യം എന്താണെന്നോ, നിത്യത എന്താണെന്നോ, നിത്യതയെക്കുറിച്ചുള്ള സന്തോഷം എന്താണെന്നോ അറിയാതെ അനേകര് ഇന്നും പിശാചിന്റെ പൂണി അകപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സുവിശേഷം അറിയിക്കണം. അത് ആർക്കും അതിൽ നിന്നും മാറാൻ കഴിയത്തില്ല. അത് കുഞ്ഞു കുട്ടി മുതൽ വാർദ്ധക്യമായവർ വരെ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം അറിയിക്കുന്നത് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് കോമൺ ആയിട്ട് നൽകുന്ന ഒരു ഡ്യൂട്ടിയാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഇന്ന് പലയിടത്തും സഭകൾ വളരുന്നില്ല. പലയിടത്തും ആ ജനറേഷൻ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ്. പുറത്തു നിന്നുള്ള ആരും സഭയിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് നമ്മൾ ഓരോരുത്തരാണ് അതിന് ഉത്തരവാദികൾ. കാര്യം നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, നമ്മൾ സഭയ്ക്ക് വേണ്ടി ദേശത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ സുവിശേഷം പറയുന്നില്ല. ഈ കാലഘട്ടത്തിൽ അനേകര് സുവിശേഷം അറിയാതെ നശിക്കുമ്പോൾ ബൈബിള് പറയുന്നു ഒരാത്മാവിന്റെ വില മുഴു ലോകത്തെക്കാൾ വലുതാണ്. ഈ ലോകത്തിൽ എൻ്റെ ഒരു ചിന്ത ഞാൻ പറയാം, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ പരിസരങ്ങളിൽ താമസിക്കുന്നവർ ദൈവത്തെ അറിഞ്ഞില്ല എങ്കിൽ അതിന് ഉത്തരവാദി നമ്മളാണ്. കാര്യം നമ്മളെ ആക്കിയിരിക്കുന്നത്, നമ്മളെ അവിടെ പാർപ്പിച്ചിരിക്കുന്നത് എല്ലാം നല്ലതാണ്. വീട് നല്ലതാണ്, കാർ നല്ലതാണ്, എല്ലാം നല്ലതാ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയല്ല, അവരോട് സുവിശേഷം അറിയിക്കണം. ഞാൻ ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ അനേക പേഷ്യന്റിനെ ഞാൻ കാണാറുണ്ട്. ഒരു ദിവസം തന്നെ ഞാൻ 6-7 വിസിറ്റ് ചെയ്യാറുണ്ട് ഒരു പേഷ്യന്റിനെ. അവരുടെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ കൂടാണ് അവരിപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത്. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരിക്കാറാവുമ്പോഴത്തേക്ക് ഒരു 60 അല്ലെങ്കിൽ 30 days ആയിരിക്കും ഡോക്ടേഴ്സ് അവർക്ക് കൊടുക്കുന്ന ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അപ്പം അതിനുള്ളിൽ അവർ മരിക്കും എന്നാണ് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിനെ കാണാനാണ് ഞാൻ പോകുന്നത്. ഞാൻ എപ്പോ പോയാലും ഞാൻ അവർക്ക് രക്ഷാവാചകം പറഞ്ഞു കൊടുക്കും. വേറൊന്നുമല്ല, അവരുടെ ആത്മാവ് നശിച്ചു പോകരുത്, അവർ ദൈവത്തെ അറിയണം. ഇത്രയും നാളും അവർ ദൈവത്തെ അറിയാതെ ഇരുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവൻ, അവരുടെ ആത്മാവ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞാൻ 3 പേരോട് രക്ഷാവാചകം പറഞ്ഞു കൊടുത്തു. 3 പേർ അത് ഏറ്റുപറയുവാൻ ഇടയായി തീർന്നു. അവർ അവരുടെ പാപങ്ങളെ അവർ ഏറ്റുപറഞ്ഞു, അവർ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറി. അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ഫറവോൻ പറഞ്ഞു ഈ ജനത്തെ എങ്ങനെയെങ്കിലും മുടിച്ചു കളയണം, ഈ ജനത്തെ എങ്ങനെയെങ്കിലും നശിപ്പിച്ചു കളയണം. അങ്ങനെ അവർ ആ ജനത്തെ പിന്തുടരുവാനിടയായി തീർന്നു. ഫറവോനും സൈന്യവും ആ ജനത്തെ പിന്തുടരുവാനിടയായി തീർന്നു. അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇന്ന് ആ ജനത്തെ മുടിച്ചു കളയണം.
ഇന്ന് ആ ജനത്തെ ഇല്ലായ്മ ചെയ്യണം. ആ ജനറേഷനെ പോലും തകർത്തു കളയണം. പലതിനെയും നോക്കി പിശാച് വാദിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ജനറേഷന് ഇന്ന് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാത്താനിക് അഡിക്ഷൻ എന്ന് പറയുന്നത് ജനറേഷനെ നോക്കിയാണ്, അല്ലെങ്കിൽ ജനറേഷനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഇന്നത്തെ തലമുറകളെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അവർ എങ്ങനെയെങ്കിലും ആ തലമുറകളെ, അപ്പം ഞാൻ ഈ രാജ്യത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ഞാൻ ഇവിടെ ടെക്സസിൽ നിൽക്കുമ്പോൾ ഇവിടെ അനേക ഡിബേറ്റ് നടക്കുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ആളുകളെ തെറ്റിച്ച് കളയണം. അത് യൂണിവേഴ്സിറ്റിയിലാണ് മിക്ക ഡിബേറ്റ് നടക്കുന്നത്. കാര്യം യേശുക്രിസ്തു ജീവനുള്ള ദൈവമല്ലെന്നും യേശുക്രിസ്തു ഒരു പ്രോഫറ്റ് ആണെന്നും യേശുക്രിസ്തുവിന് ഒരാളെ സേവ് ചെയ്യാൻ പറ്റത്തില്ലെന്നും അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് കൂടെ നിത്യജീവൻ ഇല്ല എന്നും അനേകർ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. അത് കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അതുപോലെ കോളേജുകളിലാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നാളെ ഒരു ജനറേഷൻ ദൈവത്തിന് വേണ്ടി നിൽക്കരുത്, നാളെ ഒരു ജനറേഷൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പാടില്ല എന്ന് പിശാച് മുൻകൂട്ടി കണ്ട് ഒരു ജനറേഷനെ തകർക്കാൻ വേണ്ടി ഒരു ജനറേഷനെ തകർത്ത് കളയാൻ വേണ്ടി പിശാച് പദ്ധതി ഒരുക്കുകയാണ്. ഇന്ന് പകലിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം ജനറേഷൻ എന്ന് പറയുന്നത് നാളത്തെ സഭയുടെ ഒരു പില്ലറാണ്. ഒരിക്കലും പിശാച് അവരെ തകർത്ത് കളയാൻ ഇടയാവരുത്. അങ്ങനെ ഫറവോനും സൈന്യവും ആ ജനത്തെ കൊല്ലുവാൻ വേണ്ടി പുറപ്പെടുവാൻ ഇടയായി തീർന്നു. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. അവർ അങ്ങനെ ചെയ്തപ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ആ ജനറേഷൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ ആരാധിക്കരുത്, ദൈവത്തെ സ്തുതിക്കരുത്, ആ ഒരു ഫ്രീഡത്തെ അവർ ഒരിക്കലും അനുഭവിക്കരുതെന്ന് ഫറവോനും സൈന്യവും വെല്ലുവിളിച്ച് അവരുടെ പുറകിന് പോയപ്പോൾ ദൈവം പറഞ്ഞു, ഇല്ല, ഇത് നിങ്ങളുടെ എൻഡിങ് പോയിന്റ് അല്ല, ഇത് നിങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്. ഇന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പലതിന്റെ മുമ്പിൽ പ്രയാസപ്പെടുമ്പോൾ, പലതിനെ നോക്കി ചൊല്ലി വിചാരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, നീ തകർന്നു പോകാനല്ല, ആ പ്രതികൂലത്തിന്റെ മുമ്പിൽ നീ തകർന്നു പോകാനല്ല, ആ പ്രയാസത്തിന്റെ മുമ്പിൽ നീ തകർന്നു പോകാനല്ല, അതിൽ നിന്നൊരു വിജയം ദൈവം നിനക്ക് നൽകുവാനിടയായി തീരും. ഇന്നത്തെ ചിന്താ വിഷയത്തിന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എനിക്ക് നൽകിയൊരു വചനമാണ് ആവർത്തന പുസ്തകം 28:1-2. അതുപോലെ തന്നെ യോശുവ 1:7-8. വായിക്കണ്ട, വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വ ജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. യോശുവ 1:7-8 കൂടെ ഒന്ന് വായിക്കാമോ? എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവും ഉള്ളവനായി മാത്രം ഇരിക്കുക. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ആവർത്തന പുസ്തകം 28:1-2 പറയുന്ന അതിൽ ചില കാര്യങ്ങൾ ഞാൻ ഒരു ബുള്ളറ്റ് പോയിന്റ് പോലെ ഞാൻ പറയാം. അതിൽ പറയുന്ന ഒരു കാര്യം, ഒന്ന്, ദൈവത്തിന്റെ വാക്ക്, യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. 2, അവന്റെ സകല കൽപ്പനകളും പ്രമാണിക്കണം. 3, വാക്ക് കേട്ട് അനുസരിക്കണം. അതായത് ബൈബിൾ പറയുന്ന ഒരു കാര്യമുണ്ട്, വചനത്തെ അനുസരിക്കണം. വചനത്തെ ആരനുസരിക്കുന്നോ അവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്നത്. അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, അബ്രഹാം വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ താൻ ദൈവത്തിനോടും
ദൈവവചനത്തോടും അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ വായിച്ച സമയത്ത് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. അബ്രഹാം തന്റെ മകനുമായി യാഗം കഴിക്കുവാൻ വേണ്ടി മോറിയമലയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് അബ്രഹാം തന്റെ ഡിസൈപ്പിൾസിനോട്, ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും മകനും അവിടുത്തോളം പോയി യാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരാം. മലയാളത്തിൽ മടങ്ങി വരാമെന്നേ ഉള്ളൂ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് കാണുന്നത്, വി വിൽ കം ബാക്ക്. ഇംഗ്ലീഷിൽ അവര് എഴുതിയിരിക്കുന്നത്, ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് വി വിൽ കം ബാക്ക്. അതായത് ഞാൻ മാത്രമല്ല, ഞാനും എൻ്റെ മകനും അവിടുത്തോളം പോയി യാഗം കഴിച്ചിട്ട് ഞാൻ മടങ്ങി വരുമെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ മടങ്ങി വരുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വചനത്തെ അനുസരിച്ച് അബ്രഹാമിന്റെ ജീവിതത്തിൽ നമുക്കറിയാം, വാഗ്ദത്തത്തിന് വേണ്ടി നീണ്ട വർഷങ്ങൾ അബ്രഹാം കാത്തിരുന്നു. വാഗ്ദത്തം കയ്യിൽ കിട്ടി. അതിന്റെ സന്തോഷം തീരുന്നതിന് മുമ്പ് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അബ്രഹാമേ, നിന്റെ മകനെ എനിക്ക് യാഗം കഴിക്കണം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു പിതാവിനോട് അങ്ങനെ സംസാരിച്ചാൽ നമുക്കറിയാം എന്തുമാത്രം ആ പിതാവിന്റെ മനസ്സ് തകർന്നു പോകും, എന്തുമാത്രം വേദന ഉണ്ടാകും. കാരണം ഇത്ര നീണ്ട വർഷങ്ങളോളം ഒരു വാഗ്ദത്വത്തിന് വേണ്ടി കാത്തിരുന്ന വ്യക്തി ആ വാഗ്ദത്വം കയ്യിൽ കിട്ടി, അതിന്റെ സന്തോഷം തീരുന്നതിന് മുമ്പ് തന്നെ അതിനെ യാഗം കഴിക്കണം, യഹോവയായ ദൈവത്തിന് യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പിതാവിന്റെ ചങ്ക് പെടഞ്ഞു പോകാൻ ഇടയായി തീർന്നു. പക്ഷെ അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ വാക്ക് അബ്രഹാം അനുസരിച്ചു. അബ്രഹാം തിരിച്ചു മറുത്തൊന്നും പറഞ്ഞില്ല. അവിടെ അബ്രഹാമിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചപ്പോൾ തന്നെ അബ്രഹാം തന്റെ വിശ്വാസത്തെ ഡിക്ലെയർ ചെയ്യുവാനിടയായി തീർന്നു. അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും മകനും അവിടുത്തോളം പോയി ഞങ്ങൾ യാഗം കഴിച്ചിട്ട് ഞാൻ മാത്രമല്ല എൻ്റെ മകനും ഞങ്ങൾ തിരികെ വരുവാനിടയായി തീരും. ഏതൊരു സാഹചര്യത്തിലും ഏതൊരു കഷ്ടതയിലും ക്രിസ്തു ഭക്തന് വിളിച്ചു പറയാൻ കഴിയണം, ഞാൻ ദൈവത്താൽ മതിൽ ചാടിക്കടക്കും. ഞാൻ ഈ പ്രതികൂലത്തെ ഫേസ് ചെയ്ത് ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ഫേസ് ചെയ്യുന്ന എൻ്റെ ദൈവത്താൽ അത്രേ. അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മടങ്ങി വരും. അബ്രഹാമിന് നല്ലവണ്ണം അറിയാം, ഞാൻ ഇവിടെ എൻ്റെ ഒരു തോട്ടാണ് ഞാൻ പറയുന്നത്. അബ്രഹാമിന് നന്നായിട്ട് അറിയാം, ഞാൻ ഇവിടെ യാഗം കഴിച്ചാലും ഈ യാഗത്തിൽ നിന്ന്, ആ ആഷിൽ നിന്ന്, അതായത് യാഗം കഴിച്ച ആ പൊടിയിൽ നിന്ന്, അതിൽ നിന്ന് എൻ്റെ മകനെ തിരികെ കൊണ്ടുവരാൻ എൻ്റെ ദൈവം സമ്പൂർണമായിട്ടുള്ള ദൈവമാണ്. എൻ്റെ ദൈവത്തിന് അത് കഴിയുമെന്ന് അബ്രഹാം പൂർണ്ണമായി വിശ്വസിച്ചു. അതുകൊണ്ടാണ് അബ്രഹാം പറഞ്ഞൊരു കാര്യം, ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ മകനും ഞങ്ങൾ അവിടുത്തോളം പോയി യാഗം കഴിച്ചിട്ട് ഞങ്ങൾ തിരികെ വരുവാനിടയായി തീരും. അബ്രഹാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ കുറച്ചു കാര്യം ഞാൻ പറയാം. ദൈവത്തിന്റെ വിളിയിൽ വിശ്വസിച്ച് ദൈവത്തെ അനുസരിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത്. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മുൻതൂക്കം കൊടുത്തൊരു വ്യക്തിയാണ്. സമ്പത്തിനേക്കാൾ ദൈവത്തെ വില മതിച്ച ഒരു വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത്. ദൈവ ആരാധനയ്ക്ക് യാഗപീഠം പണിയുവാനും മുൻതൂക്കം കൊടുത്തൊരു വ്യക്തിയാണ് അബ്രഹാം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ഒരു മനസ്സുള്ള വ്യക്തിയാണ് അബ്രഹാം. അതുകൊണ്ടാണ് അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറുവാനിടയായി തീർന്നത്. ആ ഒരു പദവിയിലേക്ക് ഒരു ദിവസം കൊണ്ട് കയറിയതല്ല, ആ ഒരു പദവി ഒരു ദിവസം കൊണ്ട് കിട്ടിയതല്ല. ഇത്രയും ക്വാളിറ്റി ദൈവം അവനിൽ കാണുവാനിടയായി തീർന്നു. ദൈവം നമ്മൾ ഒരു കാര്യം തരണമെങ്കിൽ ദൈവം നമ്മളെ അളന്നു നോക്കും, നമ്മുടെ ക്വാളിറ്റി അളന്നു നോക്കും, നമ്മളുടെ വിശുദ്ധി അളന്നു നോക്കും. ദൈവം നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് വിശ്വസ്തരാണോ എന്ന് ദൈവം നോക്കുവാൻ ഇടയായി തീരും. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുമ്പോൾ നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുവാൻ ഇടയായി തീരും. നീതിയായ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളിലുള്ള വിശ്വസ്തതയെ ദൈവം ചെക്ക് ചെയ്യുവാൻ ഇടയായി തീരും. അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. നമ്മളുടെ കുറിവാക്യം ദൈവത്തെ അനുസരിക്കണം, ദൈവവചനത്തെ അനുസരിക്കണം. എന്റെ മാതാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ പിശാചിന് പേടിയാണ്.
ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയെ പിശാച് അറ്റാക്ക് ചെയ്തില്ല. കാര്യം അവന്റെ ഉള്ളിൽ ആ വചനമുണ്ട്. അവൻ ആ വചനത്താണ് നടക്കുന്നത്. യേശു കർത്താവും 40 ദിവസം ഉപവാസത്തിൽ പിശാച് യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടി ചെന്നു. അവിടെ കർത്താവ് വചനം കൊണ്ട് പിശാചിനെ വെട്ടുവാനിടയായി തീർന്നു. അതുകൊണ്ട് വചനം ചെറിയൊരു കാര്യമല്ല. വചനം എന്ന് പറയുന്നത് ഇരുവാഴ്ത്തലയുള്ള വാളാണ്. അത് ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. വചനം എവിടൊക്കെ പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ടോ, വചനം എവിടൊക്കെ ഉയർത്തപ്പെട്ടിട്ടുണ്ടോ, വചനം എവിടൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ, അവിടെ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. അവിടെ രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. അവിടെ സുവിശേഷം അവിടെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു ഫ്രീഡം ഉണ്ടായിട്ടുണ്ട്. അവിടെ രോഗികളുടെ മേൽ രോഗസാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഭൂതങ്ങൾ വിട്ടുമാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വചനത്തിന് ശക്തിയുണ്ട്. വചനം പ്രസംഗിക്കുന്നതും പ്രസ്താവിക്കപ്പെടുന്നതും കേൾക്കുന്നതും അനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ വചനത്തെ അനുസരിക്കുന്നവർ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അബ്രഹാം വചനത്തെ അനുസരിക്കുവാൻ ഇടയായി തീർന്നു. അബ്രഹാമിന്റെ അതേ ഒരു ബ്ലഡ് ലൈൻ ആണ് ലോത്ത് എന്ന് പറയുന്നത്. 2 വ്യക്തികളെ ബൈബിളിനകത്ത് കാണുവാൻ ഇടയായി തീർന്നു, അബ്രഹാമും ലോത്തും. ലോത്ത് ലോകമായി ഉള്ളതിനെ തിരഞ്ഞെടുത്തപ്പോൾ, കണ്ണിന് ഇമ്പമായി ഉള്ളതിനെ തിരഞ്ഞെടുത്തപ്പോൾ, അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് പകലിൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം നമ്മളെ മാനിക്കുവാൻ ഇടയായി തീരും. ദൈവവാക്ക് കേട്ട് അനുസരിക്കുന്നവരോട് പറയാം, ദൈവം നമ്മളെ മാനിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കണം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ന്യായപ്രമാണം അനുസരിക്കണം. 2 ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. 3 വായിൽ നിന്ന് വചനം നീങ്ങിപ്പോകരുത്. 4 വചനം പ്രമാണിച്ച് നടക്കണം. അങ്ങനെയെങ്കിൽ, അങ്ങനെ നടന്നാൽ, അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും, ദൈവം നിന്റെ കൂടെ ഇരിക്കുവാൻ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ വചനത്തെ അനുസരിക്കുന്ന ദൈവമക്കളോട് പറയാം, ദൈവം നമ്മുടെ കൂടെ ഇരിക്കുവാൻ ഇടയായി തീരും. നമ്മൾ നടക്കുന്നതും നമ്മൾ തൊടുന്നതും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരും. യോസഫ് ചെന്നിടത്തൊക്കെയും യോസഫ് കൃതാർത്ഥനായി മാറുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? യോസഫ് ദൈവത്തെ അനുസരിക്കുവാൻ ഇടയായി തീർന്നു. ഏത് പ്രതികൂലത്തിലും ഏത് പ്രതിസന്ധിയിലും അവിടെ യോസഫ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. പൊട്ടക്കിണറ്റിൽ നിന്നപ്പോഴും, പൊത്തിഫേറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും, കാരാഗ്രഹത്തിലും, തന്റെ സഹോദരങ്ങൾ തന്നെ മാറ്റി നിർത്തിയപ്പോഴും യോസഫ് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയായി തീർന്നു. വചനത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയായി തീർന്നു. വചനം അനുസരിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ ദർശനത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയായി തീർന്നു. ദൈവ വചനത്തെ അനുസരിക്കണം. അതാണ് മറിയ ദൂതനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ദൂതൻ അത് പറഞ്ഞപ്പോൾ, ആ വാഗ്ദത്തത്തെ ദൂതൻ അറിയിച്ചപ്പോൾ മറിയ പറഞ്ഞു, നിന്റെ ഹിതം പോലെ, ദൈവ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. യഹൂദന്മാരുടെ ആ ഒരു കാലഘട്ടത്തിൽ വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ, അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ വ്യക്തി പാളയത്തിന് പുറത്തു കൊണ്ടിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഇടയായി തീരും. അതാണ് ചരിത്രം. പക്ഷെ ഇതൊക്കെ മുമ്പിൽ കണ്ടിട്ടും ദൈവത്തിന്റെ വാക്കിനു വേണ്ടി അനുസരിച്ചവളുടെ ജീവിതം മാറി മറിഞ്ഞെങ്കിൽ, ഇന്നും ഈ വചനത്തിൽ ആ വ്യക്തിയെ കുറിച്ച് അനേകർ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, ഈ വചനം ഉള്ളിടത്തോളം കാലം ആ വ്യക്തിയെ കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് അനുസരണയുടെ ഫലമായി തീർന്നതാണ്. സങ്കീർത്തനം 1:3 പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇടപാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും. അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കും. വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരോട് പറയാം, അവർ തക്കതായ ഫലം കായ്ക്കും. അവർ തക്കതായ ഫലം കായ്ക്കും.
അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഈ വചനത്തെ കേട്ട് അനുസരിച്ച് ഈ വചനത്തെ പ്രമാണിക്കുന്ന ദൈവമക്കളെ, ഈ വചനം നമ്മുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യുവാനിടയായിത്തീരും. ഈ വചനത്തിൽ പറയുന്നുണ്ട്, നീ കൃതാർത്ഥത പ്രാപിക്കും, നിന്റെ പ്രവൃത്തി സാധിക്കപ്പെടും. കോരേഷിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കോരേഷ് എന്റെ ഇടയൻ, യെശയ്യാവ് 42:1 കോരേഷ് എന്റെ ഇടയൻ, ഞാൻ നിനക്ക് മുമ്പായി സഞ്ചരിക്കും, ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രപാതകളെ തകർത്ത് ഇരുമ്പോടമ്പലുകളെ കണ്ണിക്കുകയും ചെയ്യും, മറഞ്ഞിരിക്കുന്നതിനെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി നൽകും. അതായത് ഒരു ജാതിക രാജാവിനോടാണ് പറയുന്നത്. അത് കേട്ടനുസരിച്ച് ദൈവത്തിനെ അനുസരിച്ച് ഒരു ജാതിക രാജാവിനോടാണ് പറയുന്നത്, ഞാൻ നിനക്ക് മുമ്പായി സഞ്ചരിക്കും, നിന്റെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെ ഞാൻ വെട്ടിമാറ്റുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ വചനം കേട്ടനുസരിച്ചാൽ, വചനം ജീവിതത്തിൽ പ്രാബല്യമാക്കി കഴിഞ്ഞാൽ, നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങളെ എന്റെ ദൈവം മാറ്റിക്കളയുവാൻ ഇടയായി തീരും. നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലിനെ എന്റെ ദൈവം തുറക്കുവാൻ ഇടയായി തീരും. വചനം കേട്ടനുസരിച്ചാൽ ദൈവം നിന്റെ കൂടെ തന്നെ ഇരിക്കും. ഒരിക്കലും പിശാചിനെ നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല. വചനം ഉള്ളിലുള്ളവനെ പിശാചിനെ തകർത്ത് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വചനത്തെ നമ്മൾ കേട്ടനുസരിക്കണം. ഈ വചനത്തെ നമ്മൾ കേട്ടനുസരിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രാബല്യമാക്കണം. അടുത്ത ജനറേഷൻ ഈ വചനത്തെ കൈമാറണം. ഒരു ജനറേഷൻ കൊണ്ട് ഈ വചനത്തെ നിൽക്കുകയല്ല ചെയ്യുന്നത്. ബൈബിൾ പ്രകാരം പറഞ്ഞു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബവും എന്റെ ജനറേഷനും ഞങ്ങൾ യഹോവയെ സേവിക്കുവാനിടയായി തീരും. ശുശ്രൂഷ കൈമാറ്റമാണ്. വചനം എന്ന് പറയുന്നത് കൈമാറ്റമാണ്. ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് കൈമാറേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ വചനത്തെ കേട്ടനുസരിക്കുന്ന, ഇന്ന് പകലിൽ ഈ വചനത്തിന് വേണ്ടി നിൽക്കുന്ന, ഈ വചനത്തിനെ കേട്ടനുസരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവം നമ്മളെ മാനിക്കുവാൻ ഇടയായിത്തീരും. ആവർത്തന പുസ്തകം 28 ആവർത്തന പുസ്തകം 28 15 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കേട്ട് ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്നു ഭവിക്കും. ഓക്കെ, മതി, താങ്ക് യു. വചനത്തെ കേട്ട് അനുസരിക്കാതിരുന്നാൽ അവിടെ ഉണ്ടാകുന്ന അനുഗ്രഹമല്ല, മറിച്ച് ശാപമാണ്. വചനത്തെ കേട്ടനുസരിച്ചാൽ അവിടെ ശാപത്തെ മാറ്റി അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ നാളുകളിൽ വചനത്തെ കേട്ട് അനുസരിക്കുവാണെങ്കിൽ, വചനത്തെ പ്രമാണിച്ച് നടക്കുവാണെങ്കിൽ, വചനത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാണെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആരൊക്കെ ഈ വചനത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്നിട്ടുണ്ടോ, ആരൊക്കെ ഈ വചനത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നുണ്ടോ, അവരെ മാത്രമല്ല അവരുടെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമാണ്. നിർബന്ധത്താൽ ക്രൂശ് ചുമന്നവന്റെ തലമുറയെ ദൈവം മാനിച്ചെങ്കിൽ, നിർബന്ധത്താൽ ക്രൂശ് ചുമന്നവനെ ദൈവം മാനിച്ചെങ്കിൽ, യേശു കർത്താവ് മാനിച്ചെങ്കിൽ, ഇന്ന് പകലിൽ ഞാൻ പറയാം, ആര് ഈ പുസ്തകത്തെ, ആര് ദൈവവചനത്തെ, ആര് ദൈവത്തെ വിശ്വസ്തയോടെ പിൻഗമിക്കുന്നോ, ആര് വിശ്വസ്തയോടെ ദൈവത്തെ അനുസരിക്കുന്നോ, അവരെ മാത്രമല്ല അവരുടെ തലമുറകളെ എന്റെ ദൈവം മാനിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് പകലിൽ വചനം കേട്ട് അനുസരിക്കുന്നവരായി ദൈവത്തിനു വേണ്ടി നമ്മൾ പ്രയോജനപ്പെടണം. നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഒരു മനുഷ്യൻ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൂട്ടുകാരൊന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ വിളിയെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ പിശാചിന് നമ്മളെ തകർത്ത് കളയാൻ പറ്റത്തില്ല. നമ്മളെ വിളിയെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിൽ, എന്തിന് ദൈവം നമ്മളെ വിളിച്ചു, എന്തിന് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു എന്നൊരു ബോധ്യമുണ്ടെങ്കിൽ പിശാചിന് നമ്മളെ ഒരിക്കലും തകർത്ത് കളയാൻ പറ്റത്തില്ല. കാര്യം നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആദ്യ മാതാപിതാക്കളായ ആദാം ഹൗവയും അവർ ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്നു. അതിന്റെ ഫലമായി എല്ലാവരും പാപികളായി തീരുവാനിടയായി തീർന്നു. അവിടെ ശാപം ഉടലെടുക്കുവാനിടയായി തീർന്നു. അവിടെ മനുഷ്യന് ശാപം കിട്ടി, സ്ത്രീക്ക് ശാപം കിട്ടി,
അവിടെ പാമ്പിന് ശാപം കിട്ടി. എന്തുകൊണ്ട്? ദൈവത്തിന്റെ വചനത്തെ കേട്ട് അനുസരിച്ചില്ല, ദൈവ വഴികളെ കേട്ട് അനുസരിച്ചില്ല. യഹോവയായ ദൈവം എന്തു പറഞ്ഞു അതിന് വിപരീതമായി ചെയ്യുവാനിടയായി തീർന്നു. സ്വർഗത്തിലും സംഭവിച്ചതാണ്. ആദ്യം പാപമുണ്ടായത് ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. ദൂതൻ തെറ്റ് ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം തെറ്റ് ചെയ്യുന്നവർക്ക് അതാത് സമയത്ത് ശിക്ഷ നൽകിയിരുന്നു. പുതിയ നിയമത്തിൽ നമ്മൾ കൃപായുഗത്തിലാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ വചനത്തോട് ഒരിക്കലും വിഘടിക്കരുത്. വചനത്തെ നമ്മൾ കേട്ട് അനുസരിക്കുന്നവരായി തീരണം. ഇന്ന് പകലിൽ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിക്കാമോ? കർത്താവേ, ഞാൻ വചനത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായി തീരണം. കർത്താവെ, എന്റെ മനസ്സിനെ, എന്റെ ഹൃദയത്തെ, എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങളിൽ നൽകുന്നു. കർത്താവെ, വചനം കേട്ടനുസരിക്കുന്നവനായി, വചനത്തെ അനുസരിക്കുന്നവളായി, ദൈവ വാക്കിനെ കേട്ട് ബൈബിൾ ഇപ്രകാരം പറയുന്ന അനുസരിക്കുന്ന യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്ന മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അങ്ങനെയെങ്കിൽ ഇന്ന് കേട്ട് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ എന്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയായി തീരും. അതുകൊണ്ട് വചനത്തിനു വേണ്ടി നിൽക്കുക, വചനത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുക. ദൈവം നമ്മളെ മാനിക്കും. എനിക്ക് സമയം അനുവദിച്ചു തന്ന ദൈവദാസനും കുടുംബത്തിനും എല്ലാ സൂം അംഗങ്ങൾക്കും ദൈവനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ.